ദൈവമേ അനങ്ങാതെ വരികയാണ്. മുട്ടായിയോ ഇത്? മക്കള് നടക്കുമ്പോ എല്ലാം ഇളകി വീഴുമെന്ന് തോന്നുന്നു. കോട്ടൺ ക്യാൻഡി പോലെ ഉണ്ട്. മാല കിട്ടില്ല കേട്ടോ. മാല അമ്മ ഉണ്ടാക്കി. അടിപൊളി മാല. ഉടുപ്പ് അമ്മ തയ്ച്ചേ. തലയിൽ വെക്കുന്നത് അമ്മ തയ്ച്ചത്. ഈ കമ്മലിനകത്ത് ഈ ചിറക് കൊടുത്തില്ലേ, അത് അമ്മ കൊടുത്തതാണ്. ആണല്ലേ? അത് അമ്മ അഡീഷണൽ ആയിട്ട് ചെയ്ത മോതിരം അമ്മ വാങ്ങിച്ചു കൊടുത്തു. കണ്ടോ? അത് മേടിച്ചതാ. ചെരുപ്പില് ഗിൽറ്റ് ഇട്ടത് അമ്മയാണോ? പാദസരല്ലേ മക്കളെ? മക്കളുടെ അമ്മ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. അതെ. ഉറങ്ങാത്ത ഒരു നിർഭാഗ്യവശാൽ പെൺകുട്ടികളുടെ ഡ്രസ്സ് മാത്രമേ തയ്ക്കുള്ളൂ. അതെ. അല്ല മധുരനെ തയ്ച്ചു തരും. മക്കളെ വലിയൊരു ഡ്രസ് തയ്ക്കോ അമ്മ? ഞങ്ങൾക്ക് തയ്ച്ചു തരാൻ മിന്നി ആന്റിക്ക് ഒരു ഉടുപ്പ് ഇതുപോലെ. മധു അങ്കിളിന്റെ ഒരു നൈറ്റ്. അല്ല നൈറ്റ് ചോദിച്ചാൽ നൈറ്റ് എന്റെ അവകാശം. സോറി അറിഞ്ഞില്ലേ? അതല്ല MG സാറല്ല, ശരത് സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല ഇവര് രണ്ടുപേരും കൂടി നൈറ്റ് ഇട്ട് നിക്കണ എന്താ കുഴപ്പം? അല്ലേ അണ്ണാച്ചി? ഞങ്ങൾ നല്ല സന്തോഷമായിരിക്കും ഞങ്ങൾക്ക്. അല്ല മോള് സഹിക്കണ്ട, ഞങ്ങള് സഹിച്ചോളാം. അമ്മക്ക് ഈ നൈറ്റ് തയ്ക്കാൻ അറിയില്ല. അമ്മ ഇതുവരെ നൈറ്റ് അമ്മ ഇതുവരെ നൈറ്റ് ഇട്ടിട്ടില്ലേ? ഇപ്പൊ രാത്രി കിടന്നുറങ്ങുന്ന സാരിയൊക്കെ കൊടുത്തോണ്ടാണോ? ചുരിദാർ ഇട്ടുണ്ട്, വീട്ടിലിടുന്ന ചുരിദാറുണ്ട്. എങ്കിൽ ഒരു ചുരിദാർ കുഴപ്പമില്ല. ചുരിദാർ വലിയ പ്രയാസം. മക്കളെ ഒന്ന് സെറ്റപ്പ് ആക്കടാ. യൂണിഫോം ആയിട്ട് അമ്മയോട് താഴെ വരെ നീളമുള്ള ചുരിദാർ തയ്ക്കാൻ പറഞ്ഞാൽ മതി, അപ്പൊ നൈറ്റ് ആക്കി തരും. ഓക്കെ? മറക്കുവോ? മറക്കത്തുമില്ല. നമുക്ക് പക്ഷെ അമ്മയ്ക്ക് സമയം വേണ്ടേ? കൊച്ചിന്റെ തയ്ക്കാനേ നേരം. ഉറക്കമില്ലാത്ത ഏത് പാട്ടാ? നീല നീല സമുദ്രത്തിനക്കരയായി. പഴയ പാട്ടാണെന്ന് തോന്നുന്നല്ലേ? എന്നാ പിന്നെ തുടങ്ങാം. അതായിരിക്കും തുടങ്ങാം. വിളിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു പാടാൻ. കഴിഞ്ഞാണ് പറഞ്ഞില്ലേ മാറ്റി പിടിക്കാൻ. കല്യാണപ്പാട്ട് ഞാൻ മാറ്റി പിടിച്ചതാ. കല്യാണം നിന്നു. പക്ഷെ കൊറേ സ്വരങ്ങള് അതൊക്കെ വേണം. നമ്മൾ ഒരേ ജോണറിൽ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മൾ അവിടെ നിൽക്കും. ഇങ്ങനെ പല രീതിയിലുള്ള പാട്ടുകൾ പാടും. പല സ്റ്റൈലിലുള്ള ഒരു ചാലഞ്ച് ആയിട്ട് എടുത്ത് പാടണം മക്കളെ കേട്ടാ. ഇനി അങ്ങനെ വരുവോ? വരില്ലേ? അവള് സത്യസന്ധമായിട്ട് അയ്യോ അതല്ല, മുഖത്തടിച്ചോണോ ഒരു ഉത്തരം. ഞാൻ ചോദിച്ചത് ഇനി അങ്ങനെ വരുമോന്നാ ചോദിച്ചേ. ഇനി ഇങ്ങനെ വരത്തില്ലെന്നാ പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഇനി അങ്ങനെ വരില്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ വിചാരിച്ചത് ഇനി ഇങ്ങനെ പാട്ട് എടുത്തോണ്ട് വരല്ലേ. മോള് പാടിക്കോ, പക്ഷെ ഡിഫറെന്റ് ജോണറിലുള്ള പാട്ടുകൾ. ഞാൻ ജോണറിലുള്ള പാട്ടുകൾ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനത്തെ പാട്ടുകൾ മക്കളെ അങ്ങോട്ട് പോകുന്നത് ഇതേ ജോണറല്ലേ, അതുകൊണ്ട് തിരിച്ചു വരുന്നത് വേറെ സ്റ്റൈലിലുള്ള ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? അയ്യോ പെട്ടു കേട്ടോ. പെർഫോമൻസ് പോലത്തെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് പോലത്തെ പാട്ടൊക്കെ പെർഫോമൻസിന് ഏത് പാട്ടായിരുന്നു? അവള് പറയാ അത് ഞങ്ങളുടെ തെറ്റല്ല, തരുന്നില്ല. അമ്മയോട് പറയണം പഴയ പാട്ടുകൾ മാത്രമല്ല പുതിയ സ്റ്റൈലുള്ള പാട്ടുകളും കൂടി സെലക്ട് ചെയ്ത് അയക്കണം എന്ന് അമ്മയോട് പറയണം. അപ്പൊ എന്തായാലും ഒരു പാട്ട്, അത് കഴിഞ്ഞിട്ട് ബിന്നി ചേച്ചി ഞാനും കൂടി ഒരു പാട്ട് പാടിത്തരാം. ഞാൻ ഈ ഡ്രസ് എന്തിനാ ഇട്ടേന്ന് അറിയാമോ? പാടിക്കോട്ടെ മക്കളെ, നാണം മറക്കാനല്ലേ ഇട്ടത്. പിന്നല്ലാതെ നീല നീല സമുദ്രത്തിൽ എന്തോ വേറൊരു കളറ്, പീച്ച് കളർ. പീച്ചാകും. അതെ, നീല നീല കടലല്ലേ മീനൂട്ടി, അവിടെ ബീച്ചിന് പകരം പീച്ച്. നമുക്കിപ്പോ പെട്ടെന്ന് ഷൂട്ട് തീർക്കാൻ മക്കളെ. ശേഷം അങ്ങനെ ബീച്ചിന് കുഞ്ഞേ എന്റെ മുഖത്തൊരു വ്യത്യാസവും കണ്ടില്ലേ? അഭിനന്ദിക്ക് പാവം. മീശ വടിച്ചു. ഏതാ നല്ലത് ഇപ്പൊ? ഇങ്ങനെ ക്ലീൻ ഷേവ് ആണോ, മീശ ഉള്ളതാണോ, താടിയും മീശയും കൂടി ഉള്ളതാണോ? ഒന്നുമില്ലാതെ മീശയില്ലാതെ താടി മാത്രമാണോ? അത് മുടി സാറേ എന്തോ സാറ് വേണമെങ്കിൽ മുട്ട അടിച്ചിട്ട് വാ, ബാക്കിയുള്ള എന്തോ വേണമെന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മീശ ഉള്ളത് തന്നെ നല്ലത്. അപ്പൊ ഈ മുടിയോ? നല്ലതേ നല്ലതാ. അല്ല മക്കളെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അവന്റെ
പുരുകൻ നോക്ക് അതങ്ങ് എടുത്ത് എന്താ കളഞ്ഞാലോ കുഴപ്പമില്ല അതങ്ങ് കളഞ്ഞാലോ? അത് ശരത്തങ്കിൾ അങ്ങ് എടുത്ത് കളഞ്ഞേക്ക്. ഞാൻ അതവിടെ വേറെ ഇരുന്നിട്ട് ആളെ പറ്റി നീ എന്നെ അതവിടെ എടുത്തോണ്ട് ഇരുന്നിട്ട് എന്തോ പോലെ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അതല്ല പിരിക ഇരുന്നിട്ട് എന്തോ പോലെ അതങ്ങ് വടിച്ച് കളഞ്ഞേക്ക്. കടഞ്ഞു. കളഞ്ഞോ? വീട്ടിൽ പോയി എല്ലാവരുടെയും പഠിക്കും. ശരത്ത് സാർ കളഞ്ഞ അല്ല ആദ്യം പഠിച്ചിട്ട് വേണം നല്ല പാട്ട് എടുത്ത് അയച്ചു കൊടുക്കാം.